ഹായ് ഹലോ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഡ്രസ്സ് സെയിലാക്കുന്നതാണ്. കുറേ ആൾക്കാരുടെ സംശയമാണ് എങ്ങനെ ഓൺലൈനായിട്ട് ഡ്രസ്സ് സെയിലാക്കാം, ഹോൾസെയിലർ എവിടെ നിന്ന് പരിചയപ്പെടാം, നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ഹോൾസെയിലറെ എങ്ങനെ കണ്ടെത്താം എന്നൊക്കെയാണ് എല്ലാവരുടെയും സംശയം. കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഓൺലൈൻ ബിസിനസ്സാണ്. ജ്വല്ലറി ആയാലും ഡ്രസ്സ് ആയാലും എല്ലാവരും സെയിൽ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ക്രാഫ്റ്റേഴ്സും എല്ലാം ഓൺലൈനായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അധികം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരും ഓൺലൈനായിട്ട് തന്നെയാണ് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നത്. ഒന്ന് മെയിൻ കാരണം ഓൺലൈൻ നമുക്ക് വർത്തായിട്ട് കിട്ടും. നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഓരോരോ ഐറ്റംസ് വാങ്ങാൻ പറ്റും ഓൺലൈൻ കസ്റ്റമേഴ്സിന്. അതേപോലെ ക്വാളിറ്റി ബിൽഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും ഒരു ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതായിക്കോട്ടെ എല്ലാം നമ്മൾ ഒരു ക്വാളിറ്റിയിലായിരിക്കണം എടുക്കേണ്ടത്. ഇപ്പോൾ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഇതിനാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം വരുന്നത്. അതേപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യാനും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനും തുടങ്ങിയ സമയം എടുക്കുമ്പം ഏറ്റവും കൂടുതൽ ലൈറ്റ് കിട്ടുന്നത് നല്ല പകൽ സമയത്ത് വീഡിയോ എടുക്കുന്നതായിരിക്കും ഏറ്റവും ക്ലാരിറ്റി കൂടുതൽ ഉണ്ടാവുക. ഡ്രസ്സിൻ്റെ യഥാർത്ഥ കളറായിരിക്കണം ആ വീഡിയോസിൽ പകർത്തേണ്ടത്. പിന്നെ ഡ്രസ്സ് നമ്മൾ ഏത് കളർ നോക്കിയിട്ടാണ് ഏറ്റവും ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. സൈസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ ലോ ബഡ്ജറ്റ് ആണെങ്കിൽ ആ പ്രൈസ് ടാഗ് അവിടെ കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നമുക്ക് ആൾക്കാരെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന ഡ്രസ്സിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടുണ്ടാവും നമ്മളെ കസ്റ്റമേഴ്സ് കൂടുന്നത്. ഇപ്പോൾ കസ്റ്റമേഴ്സ് കൂടണമെങ്കിൽ ഒരാൾ നമ്മളെടുത്തുനിന്ന് സാധനം എടുത്തു, ആ ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, ലോ ബഡ്ജറ്റാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അത് അനുസരിച്ചിട്ട് അവർ ഓരോരോ ആൾക്കാരോട് പറയും. അവരവരുടെ ഫാമിലിയിലേക്ക് അവർ ഷെയർ ചെയ്യാൻ ശ്രമിക്കും. ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ്, അത് എന്താ പറയുക നല്ല ക്വാളിറ്റി ഉണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എന്നൊക്കെ അവർ പറഞ്ഞു. ഇപ്പോൾ ഒരു ഡ്രസ്സ് നിങ്ങളടുത്ത് കൂടുതൽ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടു. നിങ്ങൾ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് അത്ര കുറച്ച് കസ്റ്റമേഴ്സേ വന്നിട്ടുള്ളൂ, പിന്നെയും ആ ഡ്രസ്സ് തന്നെ ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ പല മോഡലിൽ ആ ഫോട്ടോസ് ഇടണം. ആ ഡ്രസ്സ് ഇട്ട് നിങ്ങൾ പല മോഡലിൽ ഫോട്ടോസ് വീഡിയോസ് എല്ലാം ആയതെങ്കിൽ മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടും. പിന്നെ ഒരു വീഡിയോ കൊണ്ട് തന്നെ എല്ലാം സെയിലായി പോകണമെന്ന് വിചാരിച്ചത് സെയിലാവില്ല. നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അത് സെയിലാവും. നമ്മൾ ഒരു ഡ്രസ്സിൻ്റെ മോഡൽ തന്നെ നമ്മൾ പല രീതിയിൽ ഫോട്ടോ എടുക്കേണ്ടി വരും. അങ്ങനെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം കുറേ ആളെ സംശയമാണ് നമുക്ക് കൊറിയർ ചാർജ് നമുക്ക് കൂടുതലാണ്, അപ്പോൾ കസ്റ്റമേഴ്സിനോട് കൊറിയർ ചാർജ് പറയുമ്പോൾ അവർ വേണ്ട എന്ന് പറയുന്നത് എന്നൊക്കെ പറയുന്നത് കുറേ ആൾക്കാർക്കും പൊതുവേ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എവിടെയാണോ ഏത് സ്ഥലത്താണോ ഉള്ളത് അടുത്ത് നമ്മൾ DTDC, പോസ്റ്റ് ഓഫീസിലെല്ലാകുമ്പോൾ നമുക്ക് വർത്തായിരിക്കും. പോസ്റ്റ് ഓഫീസിൽ അങ്ങനെ ഫീ ഒന്നും വരാറില്ല. അവർ വെയിറ്റ് അനുസരിച്ചിട്ട് എടുക്കും, അതനുസരിച്ചിട്ട് പറഞ്ഞാൽ മതി. പിന്നെ DTDCയിലാകുമ്പോൾ നമ്മൾ ഒരു പരിചയമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് സംസാരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് അവരോട് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് തരണമെന്നെല്ലാം പറഞ്ഞെങ്കിൽ അവർ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പോസ്റ്റ് ഓഫീസിൽ അത് പറ്റില്ല, അവർ വെയിറ്റ് അനുസരിച്ച് മാത്രം അയക്കുന്നവരാണ്. പിന്നെ ഓർഡർ എടുക്കുന്ന രീതി ഒന്നുകിൽ നിങ്ങൾ വെബ്സൈറ്റ് തുടങ്ങണം. വെബ്സൈറ്റ് തുടങ്ങിയെങ്കിൽ നല്ല കസ്റ്റമേഴ്സിനെ കിട്ടും. ഞാൻ പക്ഷേ വെബ്സൈറ്റ് തുടങ്ങിയിട്ട് ഞാൻ ഓൺലൈനായിട്ട് തന്നെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം വഴി മാത്രമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ വെബ്സൈറ്റ് തുടങ്ങിയിട്ടില്ല. ഞാൻ പിന്നെ കുട്ടികളെ കൊണ്ട് അങ്ങനെ രണ്ടും പറ്റുന്നില്ല. അങ്ങനെ ജ്വല്ലറി ബിസിനസ്സിൽ മാത്രമായി ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. കസ്റ്റമർ റിവ്യൂ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും പോസ്റ്റ് ചെയ്യാത്തതും പോസ്റ്റ് ചെയ്യേണ്ടതുമായ ഒരു കാര്യമാണ് ഈ കസ്റ്റമർ റിവ്യൂ. അവർ എന്താണോ നമ്മളോട് കസ്റ്റമർ റിവ്യൂ ആയിട്ട് പറയുന്നത്, നമ്മൾ ഡ്രസ്സിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. എപ്പോഴും കസ്റ്റമർ റിവ്യൂ നോക്കിയിട്ടാണ് അധികം പേരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. എപ്പോഴും നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ മോഡൽസ് കൊണ്ടുവരാൻ ശ്രമിക്കണം. നമ്മൾ മോഡൽസ് ഒന്നും കൊണ്ടുവരുന്നില്ല, മുമ്പുള്ള സ്റ്റോക്ക് തന്നെയാണ് എപ്പോഴും കാണിക്കുന്നതെങ്കിൽ ആൾക്കാർക്ക് മടുപ്പ് തോന്നും. ഇടയിൽ എന്താക്കണം, നമ്മൾ മുമ്പുണ്ടായ സ്റ്റോക്കിൻ്റെ വീഡിയോ കൂടി ഒന്നും കൂടി അപ്ലോഡ് ചെയ്യണം. പുതിയതായിട്ട് വന്ന ഐറ്റംസ് പറഞ്ഞിട്ട് റീസ്റ്റോക്ക്ഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ടെല്ലാം പിന്നെയും നമ്മൾ ആ വീഡിയോസൊക്കെ ചെയ്യണം. അങ്ങനെ കുറച്ച് കുഞ്ഞു ട്രിക്കെല്ലാം നമ്മൾ എടുത്തെങ്കിൽ നമുക്ക് നല്ല കസ്റ്റമേഴ്സിന് കിട്ടാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയൊരു വാട്സപ്പ് നമ്പർ ഒന്ന് കൊടുക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ മെസ്സേജ് പെട്ടെന്ന് സീൻ ചെയ്യാൻ ശ്രമിക്കണം. മറിച്ച് നമുക്കതൊരു റീമാർക്ക് വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ മെസ്സേജ് ശ്രദ്ധിക്കുന്നില്ല, മെസ്സേജ് നോക്കുന്നില്ല, ഇതൊക്കെ കുറച്ച് റീമാർക്ക് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സീൻ ചെയ്യാൻ ശ്രമിക്കണം. ഡ്രസ്സിൻ്റെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരാൾ വെയർ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ഉണ്ടാവും. മറ്റേ ഡ്രസ്സ് തന്നെ കാണുമ്പം ഇത് ഞാൻ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്ന കുറച്ച് ആൾക്കാരുടെ മനസ്സിലൊരു മനോഭാവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ഇട്ടിട്ട് വെയർ ചെയ്തിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മൾ ഹോൾസെയിലാറ് നമ്മൾ എങ്ങനെ കണ്ടെത്താം എന്നതാണ് കുറേ ആളുടെ സംശയം. ഈ ഹോൾസെയിലാറ്
ഇപ്പം നമ്മൾ ബൾക്ക് സാധനം എടുക്കുന്നതാണെങ്കിൽ മുംബൈ, സൂറത്ത് എന്ന സ്ഥലത്ത് നിന്നെല്ലാം ബൾക്കായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വർത്തായിരിക്കും. പക്ഷേ നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്നില്ല, നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ, കുറച്ച് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നതാണെങ്കിൽ നമുക്ക് നമ്മളെ കോഴിക്കോട് ഒരു ഡ്രസ്സിൻ്റെ മാർക്കറ്റ് ഉണ്ട്, സെഞ്ചുറി മാർക്കറ്റ് എന്നാണ് പറയുന്നത്. ഞാൻ ഇവിടെ കൊടുക്കാം അതിൻ്റെ ചെറിയൊരു വീഡിയോ. സെഞ്ചുറി മാർക്കറ്റിലാകുമ്പം അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് പോയിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ കേരളത്തിൽ നമ്മൾ ഇവിടെ തന്നെയുള്ള ആൾക്കാർക്കെല്ലാം പെട്ടെന്ന് പോയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കോഴിക്കോട് മാർക്കറ്റ്. കോഴിക്കോട് സെഞ്ചുറി മാർക്കറ്റ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് സാധനം. അവിടെ നിന്നാകുമ്പോൾ നമുക്ക് വലിയ ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അനുസരിച്ചിട്ട് എടുക്കാം. പക്ഷേ നമ്മൾ സൂറത്ത്, ഗുജറാത്ത്, മുംബൈ ഇവിടെ നിന്നെല്ലാം എടുക്കുന്ന സമയത്ത് നമ്മളോട് അവർ ബൾക്ക് ക്വാണ്ടിറ്റി പറയും. ക്വാണ്ടിറ്റി എടുത്തെങ്കിൽ നമുക്ക് അയച്ചുതരാൻ പറ്റും, മറ്റേ അയച്ചുതരാൻ പറ്റൂല. എല്ലാം ഹോൾസെയിലായിട്ട് എടുക്കുന്നതാണെങ്കിൽ ഇത്ര എടുക്കണം, ഇത്ര കളർ ചാർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് സ്റ്റാർട്ടിങ് തുടങ്ങുന്നവർക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ കോഴിക്കോട് മാർക്കറ്റ്. മാക്സിമം നമ്മൾ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നവരാണെങ്കിൽ അടുത്തുനിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ലാഭങ്ങളൊക്കെ ഉണ്ടാകും. ദൂരത്തുനിന്നാകുമ്പോൾ അതിൻ്റെതായ ചാർജും കാര്യങ്ങളും എല്ലാം പോയിട്ടാകുമ്പോൾ നമുക്ക് അത്ര മാർക്കറ്റിംഗ് കിട്ടണമെന്നില്ല. പിന്നെ അതിനനുസരിച്ചിട്ട് നമ്മൾ റേറ്റ് കൂട്ടേണ്ടി വരും. റേറ്റ് കൂട്ടുന്നതനുസരിച്ച് നമുക്ക് കസ്റ്റമർ കുറയും. പക്ഷെ ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് ആണെങ്കിൽ നമ്മൾ റേറ്റ് കൂട്ടിയാലും നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടും. കൊറിയറായിട്ട് അയക്കുന്നത് ഏറ്റവും കൂടുതൽ നല്ലത് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പോസ്റ്റ് ഓഫീസിലാകുമ്പോൾ അവർ വെയിറ്റ് അനുസരിച്ചിട്ടായിരിക്കും. പിന്നെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിനോട് കൊറിയർ ചാർജ് പറയുന്ന സമയത്ത് അവർക്ക് കുറേ കൊറിയർ ചാർജ് ഉണ്ടെങ്കിൽ അവർ ഷിപ്പിംഗ് ചാർജൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അവർ നമുക്ക് പ്രൊഡക്റ്റ് വേണ്ട, പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതല്ലേ നല്ലത്, അങ്ങനെയൊക്കെ സംസാരിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ ഷിപ്പിംഗ് ചാർജ് കുറച്ച് കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് കസ്റ്റമേഴ്സ് കൂടുതൽ. ഷിപ്പിംഗ് ചാർജ് നമ്മളെ വിശ്വസിക്കുന്നു. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പിന്നെ അടുത്ത വീഡിയോ ജ്വല്ലറി ബിസിനസ്സിനെ കുറിച്ച്, ഹോൾസെയിൽ എന്നതിനെ കുറിച്ചിട്ട് പറയാം. ആർക്കെങ്കിലും ഹോൾസെയിലിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.